കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നു. 10,000 കോടിയോളം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടാറ്റയുടെ നിർദ്ദേശം സർക്കാർ ഗൗരവമായി പരിഗണിക്കുകയാണെന്നും ബ്ലൂംബെർഗ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, എന്തായാലും കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ നിക്ഷേപം വീണ്ടും കൂടുകയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിലൂടെ കൈവരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയല്ലേ നമുക്കുള്ളത്? തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു വിദേശ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്, ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ കമ്പനി കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ, സംസ്ഥാനത്ത് കപ്പൽ നിർമ്മാണശാലയിൽ വൻ നിക്ഷേപത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. 10,000 കോടി രൂപയോളം നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. അതിനുള്ള അനുമതി ഒരു മാസത്തിനകം സർക്കാർ നൽകുമെന്നും അതിനുള്ള ഭൂമി, സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടത്തിയ ആദ്യ ബജറ്റിൽ, അത് സർക്കാരിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാകുന്നതിന് വേണ്ടി, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാകുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്ക്, അതായത് ഇനി എങ്ങനെയാണ് 5 വർഷം കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആദ്യ ബജറ്റിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വിഭാവന ചെയ്യുന്നത് പോലും ഒരു ബ്ലൂ എക്കണോമിയാണ് സംസ്ഥാനത്ത് കേരളത്തിൽ വരാൻ പോകുന്നത്. ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് തുറമുഖവും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതും കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ബ്ലൂ എക്കണോമിയിൽ അടിസ്ഥാനമാക്കി അതിൽ ഊന്നൽ നൽകിയുള്ള ഒരു വികസനവും ഒരു സാമ്പത്തികമായ മുന്നോട്ട് പോക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ കുതിച്ചുചാട്ടവും ഒക്കെയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ബജറ്റിലൂടെ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം അടക്കം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം കുതിപ്പിലേക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ ചുവടുവയ്പും നടത്തുന്നു. അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണശാല, അതായത് സംസ്ഥാനത്ത് ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി ടാറ്റ ഗ്രൂപ്പ് തന്നെ മുൻകൈ എടുക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപം നടത്താൻ, വൻ നിക്ഷേപമാണ്, 10,000 കോടിയുടെ നിക്ഷേപം കൊടുക്കാൻ തയ്യാറാണ്, നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാർ അതിന് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വികസനത്തിന് ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും. ബ്ലൂ എക്കണോമി എന്ന ആ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നോട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക് ഊന്നൽ നൽകിയുള്ള വികസനത്തിൽ ലക്ഷ്യമിടുമ്പോൾ ഇത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ അത് ആ വികസനത്തിന്റെ പാതയ്ക്ക്, വികസനം മുന്നോട്ടുള്ള വഴി തെളിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അനിവാര്യ ഘടകമായി തന്നെ ഇത് മാറുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വീണ്ടും സർക്കാരും പ്രതിപക്ഷവും നേർക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലെ വിഴിഞ്ഞം ഓഹരി നിക്ഷേപവും ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കൃത്യമായി, അതായത് ഈ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ എന്ത് നിലപാടാണ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നു. ഇത് സർക്കാർ സംസ്ഥാന താല്പര്യം അടിയറ വയ്ക്കില്ല, സംസ്ഥാന താല്പര്യം മുൻനിർത്തി തന്നെയാകും അദാനിയുമായുള്ള ഓഹരി കൈമാറ്റത്തിനുള്ള അനുമതി നൽകുക. ഒരു എംപവേർഡ് കമ്മിറ്റി ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ എംപവേർഡ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് സമഗ്രമായി പഠനം നടത്തും. അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നേരെയാണ് ഡീൽ ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെ നിർത്തുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അദാനി ഗ്രൂപ്പിന്, അതായത് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ രീതിയിൽ കാലതാമസം വരുത്തിയപ്പോൾ ഈ കരാറിൽ ഉണ്ടായിരുന്നതാണ് നിർമ്മാണം ഇത്ര കാലയളവിനുള്ള നിർമ്മാണം നടത്തണം, ആ നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുകയാണെങ്കിൽ പിഴ ഈടാക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് എന്നാണ് കരാർ. എന്നാൽ വലിയ രീതിയിൽ നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയിട്ട് 1 രൂപ പോലും പിഴ ഈടാക്കിയിരുന്നില്ല കഴിഞ്ഞ LDF സർക്കാർ. വലിയ 5 വർഷമാണ് ഇളവ് നൽകിയത് അദാനിക്ക്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഡീൽ, ഇടത് സർക്കാരും അദാനിയും തമ്മിലായിരുന്നു ഡീൽ എന്നൊരു ആരോപണവും ഇന്ന് പ്രതിപക്ഷ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടിയും എന്നോണം, അത് മാത്രമല്ല കൂടുതൽ ആരോപണങ്ങൾ കടുപ്പിച്ചുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണ്ടും വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ആ കത്തിൽ അതീവ ഗൗരവമായ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് ആകുന്നില്ല. മാത്രമല്ല സർക്കാരിന്റെ മൗനം ദുരൂഹമാണ്. സർക്കാർ അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥ ആരോപണങ്ങളിൽ നിന്നും വസ്തുതകളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല അദാനിക്ക് സർക്കാർ ഒരിക്കലും കീഴ്പ്പെടാൻ പാടില്ല. അദാനി കരാർ ലംഘനമാണ് നടത്തിയത്. അതിന് കൃത്യമായ നടപടി, ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുകയും വേണം. അദാനിക്ക് ഒരിക്കലും സർക്കാർ അടിയറവ് പറയുകയോ കീഴ്പ്പെടുകയോ ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിച്ചു
സമർപ്പിച്ചുകൊണ്ടുള്ള കത്താണ്. ആ കത്തിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ, അതായത് സർക്കാർ ഒരു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളും വസ്തുതകൾക്കൊന്നും തന്നെ അതിന് മറുപടി പറയാതെ പകരം സർക്കാരാകട്ടെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വലിച്ചിരിക്കുന്നു. സെബിക്ക് കത്തയച്ചു, സർക്കാരിന്റെ അനുമതി തേടുന്നതിന് മുമ്പ് തന്നെ അദാനി സെബിക്ക് ഒരു കത്തയച്ചു. അതിനുള്ള ധൈര്യം അദാനി ഗ്രൂപ്പ് കാട്ടിയിട്ട് പോലും ആ കാര്യത്തിൽ സർക്കാർ മൗനം തുടരുകയാണ്. മാത്രവുമല്ല, ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്താരാഷ്ട്ര കമ്പനിക്ക് തീരെഴുതി നൽകില്ല. അതിന്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് നെഞ്ചുറപ്പോടെ പറയുവാൻ ഇപ്പോഴും സർക്കാർ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നൊരു ആരോപണം കൂടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ അനാവശ്യമായി കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു 2025 തലസ്ഥാനത്ത് വെച്ച്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവ് ആണ്. അത് ആ വിഴിഞ്ഞം പദ്ധതിയും തുറമുഖത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള അതേക്കുറിച്ചുള്ള പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് ആയിരുന്നു നടത്തിയത്. അതിനെ അനാവശ്യമായി ഇപ്പോൾ UDF സർക്കാർ അത് അന്ന് നടത്തിയ ഒരു ഓഹരി കൈമാറ്റത്തിന് വേണ്ടിയുള്ള പ്രാഥമിക ചർച്ചകളെന്ന് അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കുകയാണ്. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെ സർക്കാരിനെതിരെ സർക്കാർ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കണം. ഇതിലെ ദുരൂഹത, സർക്കാരിന്റെ മൗനം ദുരൂഹമാണ് എന്നൊക്കെ ഉയർത്തിക്കാട്ടി കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും മുഖ്യമന്ത്രിക്ക് ഒരു വിഷയത്തിൽ കത്തയച്ചിരിക്കുന്നത്. ശ്രീജ.